പത്തനംതിട്ട സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നയന ആദർശമൊത്ത് കണ്ണോട് കണ്ണിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അനിയുടെ മണിയറയിലാണ്. ഇതെല്ലാം നയന ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആ സമയത്ത് നയന ഇപ്പം എന്താ ചിന്തിക്കുന്നതെന്ന് നോക്കിക്കൊണ്ട് ആദർശം എന്നിട്ട് നയനെ നയനെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോഴാണ് നയന പെട്ടെന്ന് ഞെട്ടി എണീക്കുന്നത്. എന്ത് പറ്റി നിനക്ക്? നീ എന്താ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണോ? ഡെക്കറേഷൻ ഇനിയും ഒരുപാട് ചെയ്തു തീർക്കാനുണ്ട്. ആ ഡെക്കറേഷൻ ചെയ്യേണ്ട അവൻ എവിടെ പോയി കിടക്കുകയാണെന്നാവോ? നീ എന്തായാലും പെട്ടെന്ന് ചെയ്യേ. ശരിയെന്നൊക്കെ പറഞ്ഞിട്ട് നയനെ തലയാട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നയനെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നയനയാണെങ്കിൽ കയ്യിൽ റോസാപ്പൂ ഒക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ആടിക്കൊണ്ട് നിൽക്കുമ്പോൾ നയനെ എന്ന് വിളിച്ചിട്ട് ഞെട്ടിക്കാണ് കേട്ടോ ആദർശ്. നീ ആദ്യം നിന്റെ ജോലി ചെയ്യേ. ശരിയെന്ന് പറഞ്ഞുകൊണ്ട് നയന ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ആദർശ് മനസ്സിൽ വിചാരിക്കുന്നത് ഇവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം അവൾ പറഞ്ഞു ഞാൻ പോകുന്നില്ല ഡെക്കറേഷൻ ചെയ്യാനെന്ന്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് മാറിയിട്ട് വാ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എന്നെയും കൂടി കൂട്ടിക്കൊണ്ടുവന്നു. ഇപ്പോഴാണെങ്കിൽ അവൾ തനിയെ നിന്ന് ചിരിക്കുന്നു. പ്രശ്നം കുറച്ച് സീരിയസ് ആണെന്ന് തോന്നുന്നുണ്ടല്ലോ. ഇതിങ്ങനെ ആദർശം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് നയനെ കാണുന്നുണ്ടേ. എന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒന്നുമില്ല നീ നിന്റെ പണി നോക്ക്. ഭാഗ്യമുണ്ട് ഞാൻ പറയുന്നത് വല്ലതും അവൾ കേട്ടായിരുന്നെങ്കിൽ എല്ലാം തീർന്നേനെ. ഇന്ന് അവൾ എന്നെ ഒരു വഴിക്കാക്കിയേനെ. ദൈവം കാത്തു. തുടർന്ന് അനിയാണെങ്കിൽ റൂമിലിരിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് അനാമിക അങ്ങോട്ടേക്ക് വരുന്നത്. ജാനകിയാണ് അനാമികയെ റൂമിലേക്ക് കൊണ്ടുവിടുന്നത്. ആ സമയത്ത് ജാനകി പറയുന്നുണ്ട്, അനാമികയെ നീ ടെൻഷൻ അടിക്കാതെ ഉള്ളിലേക്ക് ചെല്ല്. നീ ആഗ്രഹിച്ച ആളെ തന്നെയാണല്ലോ നിനക്ക് കിട്ടിയത്. സന്തോഷമായിരിക്കും നിന്റെ ജീവിതം ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ജാനകി റൂം അടച്ചിട്ട് പോകുന്നുണ്ട്. അനിയുടെ അരികിലേക്ക് അനാമിക പാലുമായിട്ട് വരികയാണ്. അനാമികയുടെ നിപ്പ് കണ്ടിട്ട് അനി ചോദിക്കുന്നുണ്ട്, എന്താ അനാമിക നിനക്ക് നാണാവുന്നുണ്ടോ? മുത്തശ്ശി പറഞ്ഞ പോലെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാനെന്തിനു നാണിക്കണം? എത്ര പടത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് നാണമുള്ള പോലെ അഭിനയിച്ചു അത്രയേ ഉള്ളൂ എന്ന് പറയാണ്. അത് കഴിഞ്ഞിട്ട് അനിയുടെ കയ്യിലേക്ക് പാല് കൊടുക്കുകയാണ് കേട്ടോ. ഇതാ കുടിച്ചോ എന്ന് പറഞ്ഞിട്ട്. ഞാനോന്ന് ചോദിക്കുകയാണ് അനി പാല് ഗ്ലാസ് പിടിച്ചതിന് ശേഷം അനാമിക പറയുന്നുണ്ട്, പാല് എനിക്ക് ഇഷ്ടമല്ല. അത് ഓർക്കുമ്പോഴേ എനിക്ക് എന്തോ വൊമിറ്റ് ചെയ്യാൻ വേണ്ടി വരും. കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നീ തന്നെ കുടിച്ചേക്കെന്ന് പറയണേ. എനിക്ക് പാല് തരുന്ന ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട എന്ന് പറയാണ്. അങ്ങനെ അനി പാല് കുടിക്കുകയാണേ. അത് കഴിഞ്ഞ് അനി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്താ അനി ആലോചിക്കുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഈ ഡെക്കറേഷൻ പൂക്കൾ എന്താ പറയുന്നെന്നുള്ള കാര്യം അറിയുമെന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട്, അയ്യോ കവിതയൊന്ന് നിർത്തുവോ, ബോറടിക്കുന്നു എന്നുള്ള കാര്യം. എന്താ അനാമിക നീ ഇങ്ങനെ പറയുന്നത്? കവിത കേട്ടിട്ടാണ് നീ എന്നെ ഇഷ്ടപ്പെട്ടെന്നല്ലേ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതൊക്കെ ഇപ്പൊ വേറെ എന്തെങ്കിലുമൊക്കെ പറയേ. തുടർന്ന് അനി ചോദിക്കുന്നത് ഈ റൂം ഡെക്കറേഷൻസ് ഒക്കെ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. നന്നായിട്ടുണ്ടെന്ന് അനാമിക പറയുമ്പോൾ ആരാ ചെയ്തെന്നുള്ള കാര്യം നിനക്കറിയാമെന്ന് ചോദിക്കുകയാണേ. പുറത്തുനിന്ന് വന്ന ആൾക്കാരല്ലേ ചെയ്തത്, അവരെങ്ങനെയാ എനിക്കറിയുന്നത്? ഇത് അവരൊന്നുമല്ല ചെയ്തത്, ഇത് ചെയ്തിരിക്കുന്നത് മൊത്തം നയനേട്ടത്തിയാണ്. ഇത് കേൾക്കുമ്പോൾ അനാമിക അങ്ങ് കാലിൽ തുള്ളിയ പോലെ ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ അനിയെ. പക്ഷെ അനാമികയുടെ മുഖം നമ്മുടെ അനിയുടെ ശ്രദ്ധയിൽ പെടുന്നില്ല കേട്ടോ. അനി നേരെ ഒരു ചെയിൻ, നമ്മുടെ നയന സെലക്ട് ചെയ്ത് കൊടുത്ത ആ ചെയിൻ എടുത്തിട്ട് അനാമികയുടെ നേരെ നീട്ടാണ്. ഇതെങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ നന്നായിട്ടുണ്ട് അനി എന്ന് പറയാണേ. ഇതും നിനക്ക് നന്നായിരിക്കും എന്നുള്ള കാര്യം നയനേട്ടത്തിയാണ് പറഞ്ഞത്. അപ്പൊ അനി നീ സെലക്ട് ചെയ്തല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ 2 മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നയനേട്ടത്തിയാണ് സെലക്ട് ചെയ്ത് തന്നത്. ഒരു കാര്യം അറിയോ, അവര് സെലക്ട് ചെയ്ത് തന്നു കഴിഞ്ഞാല് എന്തായാലും സൂപ്പർ ആയിരിക്കും. തുടർന്ന് അനാമിക പറയുന്നത് എനിക്കിത് ഇഷ്ടമായില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. നീ ഇപ്പോഴല്ലേ പറഞ്ഞത് നിനക്ക് ഇഷ്ടമായി എന്നുള്ള കാര്യം. എനിക്ക് വേണ്ടി വാങ്ങുന്ന ആഭരണങ്ങൾ വേറൊരാള് സെലക്ട് ചെയ്ത് തന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നീ എന്താ അനാമിക പറയുന്നത്? നയനേടത്തിയാണോ നീ വേറൊരാളെന്ന് പറഞ്ഞത്? നോക്കാനേ നമുക്കിടയിലേക്ക് നിന്റെ ഏട്ടത്തി വരുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവരെ നീ തെറ്റായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും അനാമികയുടെ ഭാവം മാറുകയാണ് കേട്ടോ. ഇല്ല അനി, നിനക്കാണ് അറിയാത്തത്. കല്യാണം നടക്കുന്ന സമയത്ത് ആ കനകയും ഗോവിന്ദനും പോകുന്ന സമയത്ത് നിന്റെ ഏട്ടത്തിയും കൂടെ പോകുന്നു പറഞ്ഞ് കേട്ടില്ലേ? അത് മറന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നന്ദു നമ്മുടെ ഫ്രണ്ടാണ്. അവള് നമ്മുടെ ഫ്രണ്ടല്ല, നിന്റെ ഫ്രണ്ട്. ആ ഫ്രണ്ട്ഷിപ്പ് മിസ്യൂസ് ചെയ്തിട്ടാണ് അവള് നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നത്. എന്താ അനാമിക നന്ദുവിനെ കുറിച്ചിട്ട് നീ ഇങ്ങനെ തെറ്റായിട്ട് പറയുന്നത്? നന്ദു അങ്ങനെ ഒരു പെണ്ണല്ല എന്നുള്ള കാര്യം പറയുമ്പം സ്റ്റോപ്പ് ഇറ്റ് അനി. എന്തിനാണ് നമ്മുടെ രണ്ടുപേരുടെ ഇടയിലേക്ക് നയനയെയും നന്ദുവിനെയും കൊണ്ടുവരുന്നത്? എന്താ അനാമിക നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് അനി ഷോൾഡറിൽ പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ അനാമിക അങ്ങ് മാറി നിൽക്കുകയാണ് കേട്ടോ. എന്തിനാ അനാമിക ഇത്ര ഇറിറ്റേറ്റ് ആവുന്നത്? നന്ദു എൻ്റെ ഫ്രണ്ടാണെന്നുള്ള കാര്യം നിനക്ക് നന്നായിട്ട് അറിയില്ലേ? അതാണല്ലോ പൂജ നിന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പുറകെ പോകാൻ തോന്നിയത്. അനാമിക നോക്ക്, അത്
അവളല്ല, നമ്മുടെ ബന്ധപ്പെട്ട ആരാണെന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുണ്ടായിരുന്നുള്ളൂ. അതിൽ എന്ത് തെറ്റാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് തെറ്റ് തന്നെയാണ് അനി. നമ്മുടെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് നയനേടത്തി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ കുറിച്ചിട്ട് ഞാൻ നല്ലത് പറയുന്നത് തെറ്റാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ തെറ്റ് തന്നെയാണ്. ഇത് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്. ഇവിടെ നമ്മളെ കുറിച്ചിട്ടും നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുമാണ് സംസാരിക്കേണ്ടത്. ആ സമയത്ത് ഇവരെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യം എന്താണ്? അനാമിക, നീ ഒരുപാട് മാറി. കല്യാണത്തിന് മുമ്പ് നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇപ്പോൾ വേറെ രീതിയിൽ സംസാരിക്കുന്നു. ഒരു കാര്യം അനാമിക മനസ്സിലാക്കിയോ, നിന്റെ ഇടം വേറെയാണ്, അവളുടെ ഇടം വേറെയാണ്. എന്തിനാ നിന്റെ അടുത്തേക്ക് അവരെ കൊണ്ടുവരുന്നത്? എന്തിനാ വീണ്ടും വീണ്ടും അവരെ കുറിച്ച് സംസാരിക്കുന്നത് ചോദിച്ചിട്ട് അനാമിക ദേഷ്യപ്പെടുമ്പോൾ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കരുത് അനാമിക. ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നോ? നീ ചെയ്തതെല്ലാം ശരി, ഞാനാണിപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്നതല്ലേ? അതെ അതെ, ഞാൻ പറയുന്നതെല്ലാം പ്രശ്നം ഉണ്ടാക്കുന്നത് പോലെ നിനക്ക് അറിയുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ അപ്പോഴേക്കും എനിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. അതെ, ഞാൻ വന്നത് മുതൽ കാണുന്നുണ്ട്, നീ എന്തിനാ വെറുതെ എന്നെ ടോർച്ചർ ചെയ്യുന്നത് ചുമ്മാ എന്ന് പറയുമ്പോൾ ഓഹോ, അപ്പൊ ഞാൻ ആദ്യം തന്നെ നിന്റെ അടുത്ത് സംസാരിക്കുന്നത് നിനക്ക് ടോർച്ചർ ചെയ്യുന്ന പോലെയാണ് തോന്നുന്നല്ലേ? നീ വേണമെന്നുണ്ടെങ്കിൽ നയനയും നന്ദുവിനെയൊക്കെ തലയിൽ തൂക്കി വെച്ചിട്ട് നടന്നോ. എന്നെ കൊണ്ട് അങ്ങനെ ഇരിക്കാൻ വേണ്ടി പറ്റില്ല. എന്നേക്കാൾ വലുത് നിനക്ക് അവരാണല്ലോ പ്രധാനം. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഫസ്റ്റ് നൈറ്റ് ഒലക്ക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് എറിയാണ് കേട്ടോ അനാമിക. ഇത് കണ്ടിട്ട് അനി ചോദിക്കുന്നുണ്ട്, എന്താ അനാമിക, നിനക്ക് പ്രാന്ത് പിടിച്ചോ എന്നുള്ള കാര്യം. അതെ, എനിക്ക് പ്രാന്ത് തന്നെയാണ്. എന്തിനാ ഈ വട്ടത്തിയുടെ കൂടെ ജീവിക്കുന്നത്? ഞാൻ പോയിട്ട് പുറത്ത് കിടന്നോളാം, നീ സമാധാനത്തിൽ ഉറങ്ങിക്കോ. അങ്ങനെ ഇറങ്ങി പോകുന്ന അനാമികയെ കൈപിടിച്ച് നിർത്താൻ കേട്ടോ. മതി മതി അനാമിക, പ്ലീസ് കൂൾ. അതെ, ഞാൻ ചെയ്തതെല്ലാം തെറ്റ് തന്നെയാണ്. നീ എന്ത് പറഞ്ഞോ അത് ഞാൻ കേൾക്കാം. ദയവ് ചെയ്തിട്ട് കുറച്ച് സമാധാനത്തിലിരിക്കാം അനാമിക. നമുക്കിടയിലുള്ള പ്രശ്നം ഈ റൂമിന്റെ പുറത്ത് പോകുന്നത് നല്ലതല്ല. അതും ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണ്. അപ്പോൾ നീ ഉള്ളിൽ കിടക്കാതെ പുറത്ത് പോയി കിടന്നു കഴിഞ്ഞാൽ ആരെയും കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും വിചാരിക്കുക? ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഒന്നും വേണ്ട. നീ കുറച്ച് സമാധാനമായിട്ടിരിക്കേ. ഇനി നിനക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കില്ല, അങ്ങനെ നടക്കൂല. പ്ലീസ് ഇവിടെ ബെഡിൽ കിടക്കുക എന്ന് പറയാണേ. അങ്ങനെ അനാമിക ദേഷ്യത്തോട് കൂടിയിട്ട് ബെഡിൽ പോയി കിടക്കുന്നുണ്ട് കേട്ടോ. അനിയാണെങ്കിൽ താഴെ കിടക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നവ്യ ഉറക്കം തെളിഞ്ഞ് നോക്കുന്ന സമയത്ത് കുറച്ചു നേരം നോക്കുന്നുണ്ട് കേട്ടോ എവിടെ പോയി ജലജ എന്നുള്ള കാര്യം. അപ്പോഴാണ് സോഫയിൽ കിടന്ന് ഉറങ്ങുന്നത് കാണുന്നത്. തറയിൽ കിടന്നു കഴിഞ്ഞാൽ വാദം വരും അത് വരും എന്നൊക്കെ പറഞ്ഞിട്ട് സോഫയിൽ കിടന്നിട്ട് സുഖമായിട്ട് ഉറങ്ങാണല്ലേ, ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് എണീറ്റ് പോയിട്ട് അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ജലജ, ഓ ഇവള് ഉറക്കത്തിലും വിളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ ഉറക്കമല്ല, ഇത് സത്യമായിട്ട് വിളിക്കുകയാണ്. ഞാൻ ഭയങ്കര ടയേർഡാണെന്ന് ജലജ ഇത് കേൾക്കുമ്പോൾ പറയുന്നുണ്ടേ. അയ്യോ പാവ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അടുക്കളയിൽ കഷ്ടപ്പെട്ട് വെളിയ ജോലികളും ചെയ്ത് എല്ലാം ചെയ്തിട്ട് ആകെ കഷ്ടപ്പെട്ട് ഇരിക്കുമല്ലേ, എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് കാണുക എന്ന് പറഞ്ഞിട്ട് കുപ്പിയിൽ വെള്ളം എടുത്ത് ഇങ്ങനെ തളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് മഴ പെയ്യുന്നു ഇങ്ങനെ പറയുന്നുണ്ട് നവ്യ. അങ്ങനെ ഞെട്ടിപ്പിണിച്ച് എണീക്കുകയാണ് കേട്ടോ ജലജ. അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ജലജ പെട്ടെന്ന് ഞെട്ടി എണീക്കുന്നുണ്ട്. നിനക്ക് ബുദ്ധി ഉണ്ടോടി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്താ ബുദ്ധി കുറച്ച് വേണമെന്ന് ചോദിക്കുകയാണേ. വീട്ടിനുള്ളിൽ എങ്ങനെയാണ് മഴ പെയ്യുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ വിശ്വസിക്കുമോ? നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നെയാണ് ടോർച്ചർ ചെയ്യുന്നത് നവ്യ പറയുന്നുണ്ട്. ഞാനിവിടെ ഒന്നും മിണ്ടാതെ കിടന്നുറങ്ങുമല്ലായിരുന്നോ, പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? വിശക്കുന്ന അമ്മേ, അതുകൊണ്ടാണ്. എനിക്കൊരു കോഫി വേണോ, അതിനാ നിങ്ങളെ ഞാൻ വിളിച്ചുണർത്തിയത്. വിശക്കുന്ന എന്നെ നിങ്ങളല്ലേ ടോർച്ചർ ചെയ്യുന്നത്? അമ്മായിമ്മയാണെന്നുണ്ടെങ്കിൽ വിശക്കുന്ന സമയത്ത് മരുമകൾക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. ഇങ്ങനെ നേരമില്ലാത്ത സമയത്ത് കോഫി കുടിക്കുന്നത് അത്ര ശരീരത്തിന് അല്ല എന്ന് ജലജ പറയുമ്പോൾ എനിക്ക് വേണോ, എനിക്ക് വിശക്കുന്നു, എനിക്ക് കോഫി കുടിച്ചേ പറ്റുള്ളൂ, വയറ്റിലുള്ള നിങ്ങൾ പേരക്കുട്ടിയാണ് ചോദിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും കോഫി ഉണ്ടാക്കി കൊടുക്കുന്നവരെ ഇവിടെ എന്നെ വെറുതെ വിടില്ല, കോഫി ഉണ്ടാക്കി കൊണ്ടുവരാന്ന് പറഞ്ഞു പോകുന്ന ജലജയെ പിടിച്ചു നിർത്തുകയാണ്. നിക്ക്, കോഫിയുടെ കൂടെ ബിസ്ക്കറ്റോ ബ്രെഡോ എന്തെങ്കിലും കൊണ്ടുവരണം. എന്നിട്ട് ആ കോഫിനകത്ത് മുക്കിയിട്ട് നിങ്ങളെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തിന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. ഇത് കേൾക്കുമ്പോൾ കണ്ണ് തുറിച്ചിങ്ങനെ നോക്കുവാണ് കേട്ടോ. നോക്കി ആ കണ്ണിലെ കൃഷ്ണമണി താഴെ വീണു പോണ്ട. മാറി നിൽക്ക്, ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാമെന്ന് കലിപ്പോട് കൂടിയിട്ട് പറഞ്ഞിട്ട് ജലജ പോവാണേ. അത് കഴിഞ്ഞിട്ട് നവ്യ ഫുള്ള് ചിരിയാണ് കേട്ടോ. അങ്ങനെ പുറത്ത് കിച്ചണിലേക്ക് പോകുന്ന സമയത്താണ് ഹാളില് അനാമിക കിടക്കുന്നത് കാണുന്നത് കേട്ടോ. അത് കണ്ടോടെ തന്നെ ജലജ എല്ലാവരും വിളിച്ചു കൂട്ടി കൊണ്ടുവന്ന് കാണിക്കുക എന്ന് പറയണം. അങ്ങനെ എല്ലാവരും വിളിച്ചുകൊണ്ട് വന്നിട്ട് അനാമിക കിടക്കുന്നത് കാണുകയാണ് കേട്ടോ. അങ്ങനെ ജാനകി പോയിട്ട് അനാമികയെ വിളിക്കുകയാണ്. കുറച്ച് വിളിച്ചതിന് ശേഷമാണ് കേട്ടോ അനാമിക എണീക്കുന്നത്. അനാമിക എണീറ്റിട്ട് വേഗം ജാനകിയുടെ മേലിൽ കിടന്ന് ഫുള്ള് കരച്ചിലാണ് കേട്ടോ. എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ടൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അനിയും അങ്ങോട്ട് വരുന്നുണ്ട്. അനിയെ കണ്ട ഉടനെ തന്നെ അനിയുടെ അച്ഛൻ അനി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടേ. തുടർന്ന് നമ്മുടെ ദേവയാനി ചോദിക്കുന്നത്, ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ആണ്, റൂമിൽ കിടക്കേണ്ട അനാമിക എന്താണ് ഇവിടെ വന്ന് കിടക്കുന്നത്? എന്താ പറ്റിയ അനി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അനി മിണ്ടുന്നില്ല കേട്ടോ. തുടർന്ന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അനി നിന്റെ അടുത്താ ചോദിക്കുന്നത്, എന്താ കാര്യം എന്ന് വെച്ചാൽ വാ തുറന്ന് പറ. വീണ്ടും നമ്മുടെ ദേവയാനി ചോദിക്കുന്നുണ്ട് കേട്ടോ, വാ തുറന്ന് പറ അനി, എന്താ സംഭവിച്ചത്? അതേ സമയം
അങ്ങനെ അനി പോയിട്ട് അനാമികയുടെ കൈ പിടിച്ചിട്ട് വാ റൂമിൽ കിടക്കാം എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോകുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നിക്കടാ, 4 ചുമരുകൾക്കുള്ളിൽ കഴിയേണ്ട പ്രശ്നം ഇപ്പൊ ഹാളിലേക്ക് വന്നു, എന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. തുടർന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്, നമ്മുടെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ട് വന്ന മരുമകളാണ്, അവള് 4 ദിവസം ആയില്ല ഇവിടെ വന്നിട്ട്, അതിനു മുമ്പ് ഹാളിൽ വന്നിട്ട് കരയണമെന്നുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം. തുടർന്ന് ജാനകി ചോദിക്കുന്നുണ്ട്, അനാമിക നീയെങ്കിലും കരയാതെ എന്താ കാര്യം എന്ന് വെച്ചാൽ പറ. ഇത് കേൾക്കുമ്പോൾ അനാമിക പറയുന്നത്, എന്റെ മുമ്പിൽ ഇപ്പൊ 2 വഴി മാത്രമേ ഉള്ളൂ, ഒന്നെങ്കിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചിട്ട് പോകണം, അല്ലെങ്കിൽ ഞാൻ മരിക്കണം. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടുന്നുണ്ട് കേട്ടോ. തുടർന്ന് ആദർശ് ചോദിക്കുന്നുണ്ട്, ഡാ അനി, അനാമിക ഇങ്ങനെ പറയാൻ മാത്രം എന്ത് പ്രശ്നമാണോ ഉള്ളത്. ഇത് കേൾക്കുമ്പോൾ അനി പറയുന്നുണ്ട്, നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലെ ഇത് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, അനാമിക എന്തൊക്കെയോ തെറ്റായിട്ട് ധരിച്ചിട്ടാണ് നടക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ജലജ പറയുന്നുണ്ട് കേട്ടോ, നീ ഇത് ചെറിയ കാര്യമെന്ന് പറയുന്നു, പക്ഷേ ഫസ്റ്റ് നൈറ്റിൻ്റെ അന്ന് അവള് ഹാളിൽ വന്ന് കിടക്കണമെന്നുണ്ടെങ്കിൽ അവളെന്താ ചെറിയ കുട്ടിയാണോ. തുടർന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്, അനാമിക ആദ്യം കരച്ചിൽ നിർത്തിയിട്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞാലേ ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. തുടർന്ന് അനി പറയുന്നുണ്ട്, അനാമിക ഞാൻ മനസ്സിൽ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി, വാ അനാമിക പോവാ എന്ന് പറയുമ്പോഴത്തേക്കും ജലജ തടഞ്ഞു നിർത്താണേ. എന്റെ മോൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും മുമ്പിൽ നിർത്തി പഞ്ചായത്തും പറഞ്ഞിട്ട് എന്റെ മോനെ നാണം കെടുത്തും. ഇപ്പൊ അനിക്ക് എന്താ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? എന്തായാലും വിഷയം ഇവിടെ എത്തിയല്ലോ, ഇനിയിപ്പോ എന്തിനാ ഉള്ളിൽ പോയിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത്, എന്ത് പ്രശ്നമാണെങ്കിലും ഇവിടെ തീരണം. തുടർന്ന് ദേവയാനി പറയുന്നുണ്ട്, അനാമിക നീ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നിടത്തോളം നേരം ഈ പ്രശ്നത്തിനൊരു തീരുമാനം വരില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ നീ പറ. വിജയ് എന്തെങ്കിലും നിന്നെ അനാവശ്യമായിട്ട് പറഞ്ഞോ? വിജയ് അനി എന്നെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാലും അടിച്ചാലും ഞാൻ അതത്ര വലിയ കാര്യമായിട്ട് എടുക്കില്ല. ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ആണ്, ഇതാണ് ഞങ്ങളുടെ ജീവിതത്തില് മുന്നോട്ട് പോകാനുള്ള ആദ്യ പടി. അത് എങ്ങനെ നടക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചെന്നുള്ള കാര്യം അറിയോ? എന്നാൽ അവിടെയും ഇവര് നന്ദുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുമാത്രമല്ല നയനേടത്തിയാണ് പ്രധാനം എന്നുള്ള കാര്യം പറഞ്ഞു. ഭർത്താവ് ഭാര്യയേക്കാൾ വലുത് മറ്റുള്ളവരാണെന്നുള്ള കാര്യം പറയുമ്പോൾ എനിക്ക് എന്തോരം ദേഷ്യം വരും, എന്റെ മനസ്സ് എന്തോരം വേദന അനുഭവിക്കും, എന്റെ മനസ്സ് എന്തോരം വേദനിക്കും. ഇത് ശരിയാണെന്നുള്ള കാര്യം നിങ്ങൾ എന്നെ പറ. ഞാൻ ദേഷ്യപ്പെട്ടതിൽ എന്ത് തെറ്റുള്ളൂ എന്നുള്ള കാര്യം ചോദിക്കണേ. അത് കഴിഞ്ഞിട്ട് അനിയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്താ അനി ഇത്? നീ അവളെ സ്നേഹിച്ചിട്ട് കല്യാണം കഴിച്ചതല്ലേ, എന്നിട്ട് അവൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എങ്ങനെ നടക്കണം എന്നുള്ള കാര്യം നിനക്കറിയില്ലേ? തുടർന്ന് അനി ചോദിക്കുന്നുണ്ട്, എന്തിനാ ആവശ്യമില്ലാതെ അനാമിക ഇതിലേക്ക് നയനേടത്തിയൊക്കെ വിളിച്ചിരുന്നത്? കണ്ടല്ലോ ഇപ്പോഴും എന്റെ മനസ്സ് നോവിച്ചതിനേക്കാളും ഏടത്തിയുടെ പേരിന് കളങ്കം വരും എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടാണ് അവന് ചിന്ത. തുടർന്ന് ജാനകി അങ്ങ് തുടങ്ങാണ് കേട്ടോ, നയനെ നിനക്ക് കുറച്ചുപോലും മര്യാദയില്ലേ? നിന്റെ അനിയത്തി കാരണം കല്യാണത്തിന് അത്രയും പ്രശ്നങ്ങൾ നടന്നു. ഇവരുടെ ശാന്തി മുഹൂർത്തത്തില് നീയും നിന്റെ കുടുംബവും പിന്നെയും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ? നീ ഉള്ളിൽ പോയിട്ട് അലങ്കാരം ചെയ്യുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ നടക്കാൻ വേണ്ടി പോകുന്നു എന്ന്. നീ കൈവച്ചാലേ എല്ലാം നാശമായിട്ട് പോകുമെന്ന് പറയണേ. അപ്പോഴേക്കും നമ്മുടെ ആദർശിന് അങ്ങ് ദേഷ്യം പിടിക്കുകയാണേ. ചെറിയമ്മ എന്ന് ഒരൊറ്റ സൗണ്ടിൽ അങ്ങ് വിളിക്കുകയാണ്. പ്രശ്നം അനാമികയ്ക്കും അനിക്കും ഇടയിലാണ്. അതിൻ്റെ ഇടയ്ക്ക് എന്തിനാ നയനയെ വലിച്ചഴിക്കുന്നത്? ഇത് കേൾക്കുമ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, എന്താ ആദർശേ നീ ഇത്ര പെട്ടെന്ന് മാറിയോ? കണ്ടല്ലോ ഏട്ടത്തി, നിങ്ങളുടെ മോൻ മാറില്ല എന്നുള്ള കാര്യം പറഞ്ഞില്ലേ? ഇപ്പൊ കണ്ടല്ലോ സ്വന്തം ഭാര്യയെ ഒരു കാര്യം പറഞ്ഞപ്പോ അവൻ എന്തോരം ദേഷ്യം വന്നു എന്നുള്ള കാര്യം. സിംഗം പോലെ നടന്ന ആദർശിനെ അവള് മുന്താണിയിൽ കൊണ്ടു നടക്കുന്നത് കണ്ടില്ലേ? ഇത് കേൾക്കുമ്പോൾ അനി പറയുന്നുണ്ട് കേട്ടോ, അമ്മ കുറച്ച് മിണ്ടാതിരുന്നൂടെ, ഏട്ടന്റെ മേലെ എന്ത് തെറ്റാണുള്ളത്? ഇത് കേൾക്കുമ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, അപ്പോ ഞാൻ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കിയെന്നാണോ പറയുന്നത്? ഞാൻ എന്തോരം ഹേർട്ടായിട്ടാണ് ഇവിടെ വന്ന് കിടന്നെന്നുള്ള കാര്യം അറിയോ? എന്താണ് നീ ഉത്തരം പറയാത്തത്? നിങ്ങൾ രണ്ടുപേരും സ്നേഹിച്ച് കിട്ടിയതല്ലേ, എന്നിട്ട് നിങ്ങൾക്കിടയിൽ എന്തിനെ കണ്ടവരെ വലിച്ചിടുന്ന എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ജാനകി. ഇത് കേൾക്കുമ്പോൾ നയനയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ചെറിയമ്മ എന്നോട്ട് കഴിച്ചുകൊണ്ടാണ്, നിങ്ങൾ സംസാരിക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള രീതിയല്ല. അനി എന്നോടുള്ള ബഹുമാനത്തിന്റെ പേരിൽ ഒരുപക്ഷെ അനാമികയുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും എന്ന് കരുതിയിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് അങ്ങനെ കണ്ടവരിൽ നിന്നുള്ള കാര്യം പറയരുത്. എന്തോ ഞാൻ കൈവച്ച് കഴിഞ്ഞാൽ ഒന്നും നല്ല രീതിയിലാവില്ല എന്നല്ലേ പറയുന്നത്? എന്താ ഇത് ഇപ്പോഴാണ് തോന്നിയത്? ആദ്യം ഒരാളെ കുറിച്ച് എന്ത് പറയണം പറയണ്ട എന്നുള്ള കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് സംസാരിക്കേ. ഇത് കേൾക്കുമ്പോൾ ജാനകി, ഞാൻ എങ്ങനെ സംസാരിക്കണം എന്ത് സംസാരിക്കണം എന്ന് നീ എന്നെ പഠിപ്പിക്കുകയാണോ? എന്റെ മോനെ വശത്താക്കിയിട്ട് നിന്റെ അനിയത്തിയെ അവന്റെ തലയിൽ കെട്ടിവെക്കണം എന്നല്ലേ നിങ്ങൾ എല്ലാവരും തീരുമാനിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നയന ഒച്ചത്തിൽ പറയുന്നുണ്ട്, ഇല്ല 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 എന്ന്. നിങ്ങൾ അങ്ങനെ വിചാരിച്ചെന്ന് കരുതിയിട്ട് അതിന് എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? എന്താ പറഞ്ഞതെന്ന് ജാനകി ചോദിക്കുമ്പോൾ അവള് പറഞ്ഞതിൽ എന്താ തെറ്റുള്ളതെന്ന് കാര്യം ചോദിക്കുകയാണ് നവ്യ. നിങ്ങൾ ഓരോന്ന് തീരുമാനിച്ചിട്ട് ഓരോന്ന് പറയും, അത് കേട്ടിട്ട് ഞങ്ങൾ ചുമ്മാതിരിക്കണോ? നീയൊന്നും എന്റെ മുമ്പിൽ സംസാരിക്കാൻ വേണ്ടി കൊള്ളില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള കാര്യം ചോദിക്കാനായിട്ട് നവ്യ. നീ കല്യാണത്തിന് ഓടിപ്പോയി നിന്റെ അനിയത്തി
തലയിൽ മുണ്ട് ഇട്ടിട്ട് കയറി വന്നു. നിങ്ങളൊക്കെ എന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുകയാണെന്ന് ജാനകി ചോദിക്കുമ്പോൾ, നിങ്ങളെ പോലെയൊന്നും എന്റെ മരുമകള് ആരെയും പറ്റിച്ചും കണ്ട് കുറുക്ക് വഴി കൂടെ കയറി വന്നതല്ല, അതാദ്യം മനസ്സിലാക്കിക്കോ. ഇത് കേൾക്കുമ്പോഴേക്കും ആദർശൻ അങ്ങ് കലി തുള്ളുകയാണ് കേട്ടോ. എടുത്തു കഴിഞ്ഞ് അനീനെ വിളിക്കാണ്. എടാ അനി, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ തീർക്കേണ്ട പ്രശ്നം ഇവിടെ ആളാള് പറഞ്ഞിട്ട് അത് വലുതാക്കുവാണോ? ആദ്യം അനാമികയെ കൂട്ടിയിട്ട് ഉള്ളു പോടാ എന്ന് പറഞ്ഞു നിൽക്കുന്ന ആദർശിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിൽ അവസാനിക്കുന്നത്.